കണ്ടോ, നല്ല സ്പോഞ്ച് കണക്കാണ് ഇരിക്കുന്നത്. മിസ്റ്റർ മെസ്സിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ധോക്ല എന്ന് പറയും, ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. കടലമാവ്, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, മുളക്, കറിവേപ്പില, ഈനോ, എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം മാവ് കലക്കി എടുക്കണം. അപ്പോൾ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെ ദോശ മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്കൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വെച്ചേക്കാം. ഈ ബാറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ എണ്ണ തടവി വയ്ക്കാം. നമ്മുടെ മാവ് കലക്കി വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്കിതിലേക്ക് ഇനി ഈനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പതഞ്ഞ് പൊങ്ങി വരും. നല്ല പേസ്റ്റായിട്ട് നല്ല സൂപ്പർ. നമുക്കിനി ഇത് എണ്ണ പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഐറ്റം വേവിച്ചെടുക്കുന്ന ആവിയിലാണ്. അപ്പോൾ ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് തീ എത്തിക്കാം. അടച്ചു വെച്ച് കൊടുക്കുക. ആവിയിൽ വേണം വേവാൻ. അതിൽ ആവിയെല്ലാം പുറത്ത് പോകുന്നുണ്ടാകുന്ന ഞാൻ ചെറിയൊരു വെയിറ്റിൻ്റെ മണ്ടേ വെച്ച് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോ ഇല്ലേ നോക്കാം. നമുക്കൊന്ന് ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം വെന്തോ ഇല്ലേന്ന്. വെന്തിട്ടുണ്ട്. ഈർക്കിലൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. എടുക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് തണുക്കട്ടെ. അപ്പം നമുക്കൊരു ചെറിയൊരു സിറപ്പ് ഇതിനകത്ത് ഒഴിക്കാനായിട്ടൊരു ചെറിയ സിറപ്പ് നമുക്ക് റെഡിയാക്കണം. അപ്പം നേരെ നമുക്ക് സിറപ്പ് റെഡിയാക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. തീ എത്തിക്കുക. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക.
കറിവേപ്പില ഇട്ട് കൊടുക്കുക, മുളക് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരു നല്ല ഫ്ലേവറായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ്, പഞ്ചസാര, എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐറ്റം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ആഹാ, കണ്ടോ, നല്ല സ്പോഞ്ച് കണക്കാണ് ഇരിക്കുന്നത്. നമ്മുടെ കേക്ക് പോലെയാണ് സെയിം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അത് മണ്ടയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ട നല്ല സ്പോഞ്ചിയാണ് സാധനം. സ്പോഞ്ച് പോലും തോറ്റു, ആ രീതിയിലുള്ള സ്പോഞ്ചാണ്. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് കാണത്തില്ല. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു സിറപ്പ് ഉണ്ടാക്കിയില്ല, സിറപ്പിൻ്റെ ഫ്ലേവറോടെയൊക്കെ ചേർന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്തുകൂടെ നോക്കുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.